ഇപ്പോൾ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാമസിംഹൻ പറഞ്ഞു 30-3 കിട്ടിയ സീറ്റിൽ സന്തോഷമായിക്കൂടെ കാര്യങ്ങളെല്ലാം. BJP എന്നേ കേരളത്തിൽ വരേണ്ടതാണ്. എന്താണ് BJPയുടെ പ്രശ്നം? BJPയിൽ ഇരിക്കുന്ന 85%-90% ഉത്സവമൂർത്തികളാണ് BJPയുടെ പ്രശ്നം. 2014 മോദി ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള സ്കീമുകൾ ഇവിടെ എത്ര ഇംപ്ലിമെൻ്റ് ചെയ്തു? പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നതും പാർട്ടിയുടെ മറ്റ് ഉത്തരവാദിത്തം ഇരിക്കുന്നവർക്കും എത്ര പേർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ അറിയാം? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സഹായം മാത്രം എടുത്താൽ മതി. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരാവശ്യമില്ല ഇതിനകത്ത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവുകൾ സ്ഥാപിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർക്ക് വരുമാന മാർഗമാകും, അതുപോലെ തന്നെ BJPയെ സ്നേഹിക്കുന്നവർക്കും വരുമാന മാർഗമാകും. ഇതൊന്നും ചെയ്യാതെ മറ്റ് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന കഷ്ടപ്പാടിൻ്റെ ക്രീം അടിക്കാൻ മാത്രമായിട്ട് നേതാക്കന്മാർ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വലിയ കുഴപ്പമാണ്. വയറ് നിറഞ്ഞ നേതാക്കന്മാർ പുറമോട്ട് മാറണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഉത്സവമൂർത്തികൾ പുറമോട്ട് പോയേ പറ്റുള്ളൂ. ഈ ഉത്സവമൂർത്തികൾ തന്നെയാണ് BJPയുടെ ശാപം. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ AN രാധാകൃഷ്ണൻ ചേട്ടനെ പോലുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സംഘടനയിൽ നിന്ന് ദൂരെ പോകണം. അവരൊക്കെ വയറ് നിറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രസ്ഥാനം എങ്ങനെ വളർത്തിയതാണ്, ഏത് രീതി കൊണ്ടുവന്നതാണ്. കൊല്ലത്ത് തന്നെ ഡോക്ടർ പ്രതാപ് ഇത്രമാത്രം മോശമായ ഒരാളെ തന്നെ പാർട്ടിയെ കൊണ്ടുവന്നില്ലേ? ആ സന്ദീപ് വാചസ്പതി പോലെ കഴിവുള്ള ആൾക്കാർക്ക്, ഗോകുലിനെ പോലുള്ള കഴിവുള്ള ആൾക്കാർക്ക് ചെങ്ങന്നൂർ പോലുള്ള മണ്ഡലങ്ങൾ കൊടുത്ത് അവർ പാസ്സായിനി. ഇതൊന്നും ചിന്തിക്കാതെ നൂലിക്കെട്ടി കുറേ ആൾക്കാരും, നൂല് കെട്ടിയിറക്കാൻ കുറേ ആൾക്കാരും, അതുപോലെ തന്നെ കുറേ ഉത്സവമൂർത്തികളും കേരള BJP നിന്ന് മാറിയാൽ BJP രക്ഷപ്പെടും. ജയ് ഭാരത്, വന്ദേ മാതരം.